ഇതിലെ ആക്രമണങ്ങൾ പതിവില്ലാതെ തുടരുമ്പോൾ ഈ സമീപ പ്രദേശങ്ങൾ കൂടി മറ്റു മിലീഷ്യകൾ കൂടി യുദ്ധത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ആശങ്കയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ വാർത്തകൾ അതിനോടനുബന്ധിച്ചുള്ള വാർത്തകൾ കൂടി ഗസയിൽ നിന്ന് വരികയാണ്. ജിൽസി, ഏറ്റവും അവസാനമായി ഹൂത്തികൾ വലിയ തോതിൽ വീണ്ടും ആക്രമിക്കുകയാണ്. ചെങ്കടലിൽ പട്രോളിംഗ് ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഉണ്ടായത്. ഡെൻമാർക്ക് ഉടമസ്ഥതയിലുള്ള ഇന്തോനേഷ്യൻ പതാക വഹിച്ച കപ്പലിനു നേരെയാണ് വ്യാപാര കപ്പലിനു നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു മിസൈൽ കപ്പലിൽ പതിച്ചു, മറ്റു 2 മിസൈലുകൾ US തകർത്തിട്ടു. ഇങ്ങനെയാണ് തെക്കൻ ചെങ്കടലിലെ ഏറ്റവും അവസാനമായി ഉണ്ടായ ഹൂത്തികളുടെ ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് പറയാനുള്ളത്, ഇസ്രായേലിൽ ഇന്ന് യുദ്ധകാല ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ഇത് പ്രധാനമായും ചർച്ച ചെയ്യുക ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ സംബന്ധിച്ച നിർദ്ദേശങ്ങളായിരിക്കും. 3 ഘട്ടമായി പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രപ്പോസലാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി യുദ്ധ ക്യാബിനറ്റ് വിളിച്ചിരുന്നെങ്കിലും ഇസ്രായേലിൽ അതിതീവ്ര ജൂത വലതുപക്ഷത്തിന്റെ നിരന്തര സമ്മർദ്ദം പോലും അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നത് വീണ്ടും ചേരും എന്ന് ഇസ്രായേൽ അറിയിക്കുന്നുണ്ട്. ഇതിൽ ഏത് രൂപത്തിലുള്ള തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. വലിയ തോതിലുള്ള ഈ പുതുവർഷ രാവിലും വലിയ തോതിലുള്ള പ്രത്യാശക്ക് വകയില്ലെങ്കിലും ഇങ്ങനെയൊരു ചർച്ചകൾ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നു എന്നത് വാസ്തവമാണ്. പിന്നീടുള്ളത് ഗസയിലെ ആക്രമണമാണ്. ഗസയിൽ മധ്യ ഗസയിലെ 2 അഭയാർത്ഥി ക്യാമ്പുകളിലാണ് വലിയ തോതിലുള്ള വ്യോമാക്രമണം തുടരുന്നത്. ദൈർ അൽ ബലാഹ്, അൽ മഖാസി അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഈ കഴിഞ്ഞ രാത്രികളിൽ വലിയ അറ്റാക്ക് കണ്ടത്. ഈ 2 ഇടങ്ങളിലും 200-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് നമുക്ക് ഈ നിമിഷം പറയാനാകുന്നത്. പിന്നീടുള്ളത് ഗസയിലെ ഏറ്റുമുട്ടൽ സംബന്ധിച്ച വാർത്തകളാണ്. ഗസയിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേലി സേനയ്ക്കൊപ്പം വിവിധ എംബഡഡ് ജേർണലിസ്റ്റുകളുണ്ട്. ഇവരടക്കം സ്ഥിരീകരിക്കുന്നുണ്ട് ഹമാസിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രത്യാക്രമണവും പ്രതിരോധവും ഉണ്ടാകുന്നു എന്നത്. ഗസ സിറ്റിയിലെ തുഹ്ഫയിൽ വലിയ ഏറ്റുമുട്ടൽ ഹമാസുമായി നടക്കുന്നുണ്ട് എന്ന് ഇവർ സ്ഥിരീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ ഇന്നലെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേലി ആക്രമണത്തിൽ 2 പോരാളികൾ കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്.